മോർണിംഗ് ഷോയിൽ ഇനി ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടുത്തുകയാണ്. ഹർഷം ചിത്ര പ്രദർശനത്തിന്റെ സംഘടിപ്പിച്ച ചിത്രകാരൻ നിബിൻ രാജ് തന്നെയാണ് ഇന്ന് മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. നിബിൻ, മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ ചിത്ര പ്രദർശനം തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ദിവസം ആകുന്നു. എങ്ങനെയാണ് കിട്ടുന്ന ഒരു പ്രതികരണമൊക്കെ? ഹർഷം എങ്ങനെ സ്വീകരിക്കുന്നു? നല്ല റെസ്പോൺസാണ്. ധാരാളം ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. കുട്ടികൾ ധാരാളം വരുന്നുണ്ട്. നമ്മളെ കോഴിക്കോട് ഇത്രയും ആൾക്കാരെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ മുസ്ലിംസ് സമുദായത്തിൽ നിന്നും എല്ലാ ഇതിൽ നിന്നും സ്കൂൾ കുട്ടികളായിട്ടും എല്ലാവരും വന്ന് ഈ കാണുന്നുണ്ട് ചിത്രപ്രദർശനം. കാരണം ഇതൊരു ഹിന്ദു മിത്തോളജിയിൽ പെടുന്ന ഇതിനെ ഒരു ഒതുക്കി നിർത്തുന്നത് മാറ്റിയിട്ട് ഇപ്പോൾ സോഷ്യലായിട്ട് വരുന്ന ചിത്രങ്ങളാണ് കൂടുതലും വരുന്നുള്ളത്. അപ്പോൾ അത് കാരണം ആൾക്കാർ ധാരാളമായിട്ട് വരുന്നുണ്ട് കാണാനും ആസ്വദിക്കാനും. ഹർഷം എന്നാണ് നിബിൻ പേരിട്ട്. എന്തുകൊണ്ടാണ് അത്തരം ഒരു പേര് ഈ ചിത്ര പ്രദർശനത്തിലേക്ക് കൊണ്ടുവന്നത്? ഹർഷം എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷം എന്നാണ്. അപ്പോൾ ചിത്രങ്ങളിലൂടെ സന്തോഷത്തെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതായിട്ട് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷം കൂട്ടുന്ന ചിത്രങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റേണ്ട എന്ന രീതിയിലാണ് ഹർഷം എന്ന പേര് ഞാൻ സ്വീകരിച്ചത്. നിബിൻ എങ്ങനെയാണ് ഈ ചുമർ ചിത്ര മേഖലയിലേക്ക് വന്നത്? ചെറുപ്പം മുതൽ തന്നെ അതിൽ താല്പര്യമുണ്ടായിരുന്നു? ചെറുപ്പം മുതൽ വരയ്ക്കാറുണ്ടായിരുന്നു. പക്ഷേ അക്കാദമിക് സ്റ്റഡി ഒന്നും കിട്ടിയിട്ടില്ല. +2 ശേഷമാണ് ഈ ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രത്തിൻ്റെ അവിടെ ഒരു കോഴ്സിനെ പറ്റി അറിയുന്നത്. അങ്ങനെ തുടർന്ന് അപേക്ഷ അയക്കുകയും അവിടെ കേരളത്തിൽ നിന്ന് 10ൽ ഒരാളായിട്ട് 10 ആൾക്കാർ 3 വർഷം കൂടുമ്പോഴാണ് അവിടെ എടുക്കാറുള്ളത്. 10ൽ ഒരാളായിട്ട് സ്ഥാനം കിട്ടുകയും ചെയ്തു. പിന്നെ 5 വർഷത്തെ ഗുരുകുല സിസ്റ്റത്തിലുള്ള പഠനമാണ് അവിടെ തന്നെ നിന്നിട്ട് ധാരാളം അമ്പലങ്ങൾ, കൊട്ടാരങ്ങൾ, പള്ളികൾ ഇവിടെയെല്ലാം വിസിറ്റ് ചെയ്തിട്ട് ചിത്രങ്ങളെ പറ്റി കൂടുതൽ പഠിച്ച് നമ്മളെ റിസർച്ച് ഉണ്ടാക്കുക. ലാസ്റ്റിലേക്ക് നമുക്ക് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ പഠിച്ചു വന്നതാണ്. സാധാരണ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചിത്രകലയാണ് ഇതിൽ. ചിത്രകലയുടെ ഗണത്തിൽപ്പെടുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് ചുമർ ചിത്രം. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഖ്യാനത്തിലുള്ളതാണ്. ധാരാളം ഷെയ്ഡിങ്ങുകൾ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ധാരാളം സമയം എടുക്കും. കുറച്ച് ക്ഷമ വേണം ഇതിന് ചെയ്യാൻ. അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഡോട്ടുകൾ, ലൈൻസ്. കേരളത്തിലെ മ്യൂറൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രേഖകളുടെ ഒരു വിന്യാസമാണ്. അതെല്ലാം കറക്റ്റായിട്ടില്ലായിരുന്നു വെച്ചാൽ ചിത്രം വളരെ ബോറായി പോകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്ഷമ കാണിച്ചിരുന്ന് വരയ്ക്കേണ്ട ആവശ്യം. ചുവർ ചിത്രമാണ്, പക്ഷേ ഇതിലെല്ലാം ക്യാൻവാസിലാണ് വരച്ചിരിക്കുന്നത്. അത് ക്യാൻവാസിലേക്ക് വരയ്ക്കുമ്പോൾ ശരിക്കും ചുവർ ചിത്രത്തിലായിരിക്കുമല്ലോ നിവിൻ പഠിച്ചിട്ടുണ്ടാവുക. അത് പഠിച്ചത് മുഴുവൻ ചുവരിൽ തന്നെ വരച്ചായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അത് ക്യാൻവാസിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ്? എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ? ശരിക്കും മ്യൂറൽ എന്ന വാക്ക് ചുമരിൽ വരയ്ക്കുന്ന ചിത്രങ്ങളാണ്. ആദ്യം നമ്മൾ തന്നെ പഴഞ്ചൊല്ലുണ്ടല്ലോ, ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുമെന്ന് പഴഞ്ചൊല്ല് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ശരിക്കും നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ചും ഈ മാറിയതാണ്, മാധ്യമം മാറിയെടുത്തതാണത്. ആൾക്കാർക്ക് കൂടുതൽ മാറ്റി വയ്ക്കാനുള്ള സൗകര്യം, കൊണ്ട് നടക്കാനുള്ള സൗകര്യം, അതെല്ലാം മ്യൂറൽസിനെ ചുമരിൽ നിന്നും മാറ്റി ബോർഡിലേക്കും ക്യാൻവാസിലേക്കും പേപ്പറുകളിലേക്കും ഒക്കെ എല്ലാം മാറ്റിയെടുത്താണ്. പക്ഷേ ഫ്രെയിമിൻ്റെ ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങുന്ന ഒരു ഇതാണ്. ചുമരിൽ വരയ്ക്കുമ്പോൾ അതിന് അനന്ത സാധ്യതകളാണ്. ഒന്നുകൂടി നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്നത് ചുമരിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ധാരാളം അമ്പലങ്ങളിലൊക്കെ ഡയറക്റ്റ് ചുമരിൽ തന്നെയാണല്ലോ നമ്മൾ ചെയ്യാറ്. നിവിൻ പറഞ്ഞ പോലെ ക്ഷേത്രങ്ങളിലൊക്കെ നിറയെ ചുവരുകളിലാണ് ഇതെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആളുകൾ വരുമ്പോൾ അവർക്ക് അവരുടെ സൗകര്യത്തിനാണത് ക്യാൻവാസിലേക്ക്. അവരുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ്? കൂടുതൽ പുരാണ കഥകളെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രങ്ങൾ തന്നെ വേണമെന്നാണോ അവർ ആവശ്യപ്പെടാറ്? അതേ പുതുമകൾ ആവശ്യപ്പെടാറുണ്ടോ? പുതുമകൾ ആവശ്യപ്പെടുന്നവർ വളരെ റെയറാണ്. എന്നിരുന്നാലും പുരാണത്തിൽ തന്നെയാണ് ഇപ്പോഴും ആൾക്കാർക്കുള്ളത്. നമ്മൾ കൂടുതലും വരയ്ക്കുന്നത് കൃഷ്ണൻ്റെ സബ്ജക്റ്റ്, ഗണപതി സബ്ജക്റ്റ്, ശിവൻ്റെ പ്രദോഷ നൃത്തം, അങ്ങനത്തെ സബ്ജക്റ്റുകൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഇപ്പോഴത്തെ കാലത്തും. ഇതിൻ്റെ സാധ്യതകൾ കുറഞ്ഞു വരികയെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ കൂടി കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നത് പുരാണ ചിത്രങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും വളരെ റെയറായിട്ടുള്ള ആൾക്കാർ ചില കവിതകളിൽ നിന്ന് എടുത്തിട്ട് അതിനെ ചിത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാറുണ്ട്. അതുപോലെ സോഷ്യലായിട്ടുള്ള പല സബ്ജക്റ്റുകൾ, അങ്ങനത്തെ ഇതെല്ലാം മാറ്റാറുണ്ട്. ഇപ്പം എൻ്റെ ചിത്രപ്രദർശനത്തിലുള്ള ലാസ്റ്റ് സപ്പർ അതൊരു രീതി ഒന്ന് മാറ്റി ചെയ്ത് നോക്കിയാണ്. സ്റ്റൈൽ മാറി കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ അതിനെതിരെ കൂടുതലായിട്ട് പറയും. കാരണം ആ ഇരുത്തം തന്നെ ശരിയില്ല, അങ്ങനത്തെ രീതിയിൽ. അപ്പം നമ്മൾ കേരളീകരിച്ചിട്ട് ക്രിസ്തുവിൻ്റെ മുഖം, അങ്ങനത്തെ ഡ്രസ്സുകളെല്ലാം ആ പാശ്ചാത്യ ശൈലിയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഒരു നമ്മളുടെ പരമ്പരാഗത കേരള ശൈലിയിലേക്ക് മാറ്റി ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ള കളിപ്പൊയ്ക എന്ന സബ്ജക്റ്റ്, അതൊക്കെ ഒരു ക്രിയേറ്റീവ് സബ്ജക്റ്റായിട്ട് ചെയ്തതാണ്. അത്തരം ചിത്രങ്ങൾക്ക് എങ്ങനെയാണ് അഭിപ്രായങ്ങൾ കിട്ടുന്നത്? എക്സിബിഷനിൽ കാണാനെത്തുന്നവർ നല്ല അഭിപ്രായം തന്നെ പറഞ്ഞു. കാരണം പുതുമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അത് പറയും. എന്നിരുന്നാലും കൂടുതൽ ലേഡീസ്, അവർക്കെല്ലാം കൂടുതൽ ഇഷ്ടം ഇപ്പോഴും പരമ്പരാഗത ശൈലികളിലെ ആ ഓർണമെൻറ്റ്സ്, ആ ഡ്രസ്സുകൾ, കച്ചകൾ, അതിൽ വെച്ച് വരച്ച ചിത്രങ്ങൾ തന്നെയാണ് ഇപ്പോഴും കൂടുതൽ ഇഷ്ടം. നിബിൻ എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് താല്പര്യം? പുതുമകൾ ചെയ്യാനാണോ അതോ പുരാണ രീതിയിൽ തന്നെ കൊണ്ടുപോകാനാണോ? പുതുമ ചെയ്യാൻ നല്ല താല്പര്യമുണ്ട്. കാരണം നമുക്ക് നമ്മളെ കലാകാരന്മാരുടെ കാര്യം അറിയാമല്ലോ, നമുക്ക് വളരെ റെയറായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഓർഡറിനനുസരിച്ച് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് കൂടുതലും വരുന്നത് പുരാണ ചിത്രങ്ങളാണെങ്കിൽ നമ്മളത് ചെയ്ത് തന്നെ പറ്റുള്ളൂ.
കാരണം കലാകാരന് ജീവിക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഓർഡർ വർക്കുകളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. പിന്നെ പുതുമയുള്ള അവസരം ചില കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ പുതിയ ചിത്രങ്ങളിലേക്ക് വേണ്ടി ശ്രദ്ധ തിരിക്കാറുണ്ട്. വിപണി സാധ്യതകൾ എങ്ങനെയാണ് ഇത്തരം ചിത്രങ്ങളുടെ? കൂടുതൽ ഓർഡറുകൾ ഒക്കെ വരാറുണ്ടോ? ധാരാളം ഉണ്ടല്ലോ. വിപണി നല്ല കോസ്റ്റ്ലിയാണ് ഇത്തരം ചിത്രങ്ങൾ. അത് കാരണം പറയുന്നത് അതിൻ്റെ നമ്മൾ ചെയ്യാൻ എടുക്കുന്ന സമയം അത്രയും ഇതിൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് ചിത്രം നന്നായി വരുന്നതാണ്. ഇതാണ് ഇപ്പോൾ മ്യൂറൽസിന് ധാരാളം ചിലവ് വരുന്നുള്ളത്. പിന്നെ അമ്പലങ്ങളിൽ വരയ്ക്കുന്ന നാച്ചുറൽ കളറിൽ ചെയ്യുകയാണെങ്കിൽ നാച്ചുറൽ കളർ ഭയങ്കര കോസ്റ്റ്ലിയാണ്. നമ്മൾ തന്നെ കളറ് പ്രിപ്പയർ ചെയ്തിട്ട് ചുമരുകളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി അതിൽ ചിത്രം വരയ്ക്കുകയാണ്. അപ്പോൾ അത്രയും സമയം എടുക്കും. ഈ സമയം എടുക്കുന്നതിനും മനുഷ്യ അധ്വാനത്തിൻ്റെയും എല്ലാം കൂടിയാണ് നമ്മൾ ഈ കോസ്റ്റ് കണക്കാക്കുന്നത്. ഈ ലാസ്റ്റ് സപ്പർ പോലെ അതുപോലെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പുതുമയുള്ളത് ചെയ്തിട്ടുണ്ടോ? ഈ നിബിന്റെ സ്വകാര്യ കളക്ഷനിലുള്ളത് അങ്ങനെ ധാരാളം സ്വകാര്യ വ്യക്തികളുടെ വീടുകളിലേക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. ഇങ്ങനെ പറയുന്ന ആൾക്കാർ പുതുമയിൽ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. കവിതയിൽ നിന്നൊക്കെ എടുത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുമാതിരി പുതിയ കഥയിൽ നിന്നുള്ളത് വരാറുണ്ട്. അത്തരം ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൂടുതൽ സാധ്യതകളാണ് നമുക്ക് കിട്ടുന്നത്? ഇങ്ങനെ അതിപ്പോൾ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളുടെ കാഴ്ചപ്പാടായിരിക്കില്ലല്ലോ വേറെ ആൾക്കാർക്ക് ഉണ്ടാവുക. അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് വിമർശനങ്ങൾ ധാരാളം വരാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും ആളുടെ ആ നമ്മൾ ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഭംഗി വെച്ചിട്ട് ചില ആൾക്കാർ പറയും നന്നായിട്ടുണ്ട്, അതിനനുസരിച്ച് ഇതേപോലെ അല്ലെങ്കിൽ ഇത് പുതിയൊരു സബ്ജക്റ്റ് നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റുമോ, ആ രീതിയിലുള്ള അന്വേഷണങ്ങൾ വരാറുണ്ട്. നിബിൻ ഒരു അധ്യാപകൻ കൂടിയാണ് ഈ മേഖലയിൽ. പുതിയ കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ ഒരു മേഖലയോടുള്ള താല്പര്യം? ഞാനിപ്പോൾ മാഹി മലയാള കലാഗ്രാമത്തിലെ ചുമർചിത്ര വിഭാഗത്തിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുകയാണ്. പുതിയ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതലായിട്ട് അവിടെയെല്ലാം പഠിക്കാൻ വരുന്നത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അവരുടെ വിശ്രമ ജീവിതത്തിൽ കൂടുതൽ കല ഉള്ളിലുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് നമ്മളുടെ സ്വകാര്യ ജീവിതത്തിൽ അതിനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴുള്ള വിശ്രമ ജീവിതത്തിൽ അവർ അത് ശരിക്കും ആസ്വദിക്കുകയാണ്. അപ്പോൾ അവരുടെ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്, കൂടുതലായിട്ടും വരുന്നുണ്ട്. എന്നിരുന്നാലും അധികം ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരും വരുന്നുണ്ട്. കാരണം മ്യൂറൽസ് ഇപ്പോൾ അത്രയും ജനകീയമായിട്ട് വരികയാണ്. അതിനനുസരിച്ച് ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് നല്ല രീതിയിൽ എല്ലാ ഇതും പെട്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കാതെ അതിൻ്റെ അർത്ഥ തലങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ മോഡേൺ ആർട്ട് ഭയങ്കര ഒരു പ്രചാരം നേടിയിരുന്നു. അതിലേക്ക് ഒരുപാട് ആളുകൾ പോയിരുന്നു. ഇപ്പോൾ വീണ്ടും ആ ഒരു പഴമയിലേക്ക് വരികയാണ്. എങ്ങനെ തോന്നുന്നു ആ ഒരു മാറ്റത്തെ? അത് നല്ലൊരു മാറ്റം തന്നെയാണത്. കേരളത്തിൽ മ്യൂറൽസിന് ആദ്യം 16-ാം നൂറ്റാണ്ട്, 17, 18 നൂറ്റാണ്ടുകളിലെ സുവർണ്ണകാലം എന്ന് പറയുന്നത്. അതിനുശേഷം അത് പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ തീപിടുത്തം ഉണ്ടായ ശേഷമാണ് ആ ചിത്രങ്ങൾ പുതുക്കി വരയ്ക്കാൻ വേണ്ടിയിട്ട് ആളെ അന്വേഷിച്ച് തുടങ്ങിയത്. അപ്പോൾ ആളെ കിട്ടാനില്ല. അപ്പോൾ അവർക്ക് അറിഞ്ഞെടുത്ത് വെച്ച് തൊട്ടടുത്ത് തന്നെ ആളുണ്ടായിരുന്നു. അത് അവിടുത്തെ ദേവസ്വത്തിന് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെയാണ് മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ എന്ന് പറഞ്ഞ ആശാൻ, മമ്മിയൂർ കളരിയുള്ള ആശാനെ വെച്ചിട്ട് ആ ചിത്രങ്ങൾ ശിഷ്യന്മാരും വെച്ച് പുതുക്കി പണിതത്. തുടർന്ന് ദേവസ്വം ഈ ചിത്രങ്ങളെ ക്ഷേത്രകലയായിട്ട് ചുമർ ചിത്രങ്ങളെ പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ ആരംഭിച്ചു. അതാണ് ചുമർചിത്ര പഠന കേന്ദ്രം എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നത്. തുടർന്ന് അവിടെ പഠിച്ചിട്ടുള്ള ആശാനാണ് ഫസ്റ്റ് പ്രിൻസിപ്പാൾ, മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ. ആളുടെ കീഴിലുള്ള ശിഷ്യന്മാരിലൂടെയാണ് ഇന്നിപ്പോൾ ലോകം മുഴുവൻ കേരള മ്യൂറൽസ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ആറന്മുള, കാലടി, തിരുവനന്തപുരം, മാഹി അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അതെല്ലാം അവിടെ പഠിച്ചിട്ടുള്ള അവരുടെ ആശാൻ്റെ ശിഷ്യന്മാർ, തുടർന്ന് അതിലൂടെ വന്നുള്ള ശിഷ്യന്മാരും അവരാണ് ബാക്കി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്നത് ഇപ്പോൾ മ്യൂറൽസ്. ഒരു ഗുരുകുല സമ്പ്രദായമാണ്. ഗുരുവായൂർ നിന്ന് 5 വർഷം നിന്ന് പഠിച്ചതല്ലേ. അപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെയൊക്കെ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നൊക്കെ ആയിരിക്കും ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് മാറി വന്നു ഇപ്പോൾ വേറെ ഒരു രീതിയിലും വേറൊരു അന്തരീക്ഷത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ക്ഷേത്രങ്ങളിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? ക്ഷേത്രങ്ങളിൽ ചെയ്തിട്ടുണ്ടോ അതിനുശേഷം? ധാരാളം ചെയ്യേണ്ട ഒരു മ്യൂറൽ ചിത്രകാരൻ ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു ഇത് ക്ഷേത്രങ്ങളാണല്ലോ. കാരണം ചുമർ ചിത്രങ്ങൾ വന്നിട്ടുള്ളത് ക്ഷേത്രങ്ങളിലാണ്. അപ്പം നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് പുതിയൊരു അമ്പലത്തിൽ ചെയ്യാനുള്ള ഒരു ആഗ്രഹം തന്നെയാണ് നമുക്ക് എപ്പോഴും. നാച്ചുറൽ കളർ ചെയ്യാൻ ഒന്നുകൂടി ആഗ്രഹം കൂടുകയായി. പക്ഷേ നാച്ചുറൽ കളറിന് ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞ രീതിയിൽ കോസ്റ്റ് അതെല്ലാവർക്കും താങ്ങാൻ പറ്റുന്നതല്ല. അത് താങ്ങാൻ പറ്റുന്ന അമ്പലങ്ങൾ, കുറച്ച് റിച്ചായിട്ടുള്ള അമ്പലങ്ങൾ നാച്ചുറൽ കളർ തന്നെ പറയുള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടിയും കൂടുതൽ പഠിക്കാനുണ്ട് ഇതിൽ നിന്ന്. ഒരു കലകളൊന്നും പഠിച്ചാൽ തീരില്ല. അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും നമുക്ക് പഠിക്കാനുണ്ടോ? കളർ വെക്കുന്നതിലും പഴയ ചിത്രകാരന്മാർ അത്രയും കണിശമായിട്ടുള്ള കണക്കുകളിലൂടെയൊക്കെയാണ് ഇത് വെച്ചിട്ടുള്ളത്. അത് കാരണമാണ് ഇന്നും ഇത് നിലനിൽക്കുന്നത്. ഇപ്പോഴത്തെ കാലത്തുള്ള കാലാവസ്ഥ മാറ്റത്തിനനുസരിച്ചാണ് പലതും നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പം നിലനിൽക്കാത്തതും. ഇപ്പോൾ വിപണിയിൽ നിന്ന് കിട്ടുന്ന കളറുകൾക്ക് വലിയ ലൈഫില്ല. എന്നിരുന്നാലും അത് സംരക്ഷിച്ച് നിർത്തിയാൽ ഇപ്പോഴും ഈട് നിൽക്കുന്നത് തന്നെയാണ്. എന്നിരുന്നാലും നാച്ചുറൽ കളർ നമ്മൾ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതിൻ്റെ മേക്കിംഗ് വളരെ ബുദ്ധിമുട്ടാണ് കൂടി.
ഇപ്പോഴത്തെ കിട്ടുന്ന കളറുകൾ അങ്ങനെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആ രീതിയിൽ അതിന് കുറച്ചുകൂടെ കാലാവധി കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഈ ചിത്രകാരന്മാരുടെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? കാലാവധി കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പൺ എയറിൽ വായു തട്ടുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് സൂര്യപ്രകാശം പതിക്കുന്നത്, മഴ തട്ടുന്നത്, അതൊന്നും ഒരു ചിത്രങ്ങൾക്കും ഒരു കളറുകൾക്കും നല്ലതല്ല. അപ്പോൾ ഏത് ഓയിലായാലും എന്തായാലും പൂപ്പെടുക്കാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. നമ്മൾ ചിത്രങ്ങൾ സൂക്ഷിക്കുമ്പോൾ എപ്പോഴും ഒരു ഒതുങ്ങിയ സ്ഥലത്ത്, ഈർപ്പം തട്ടാത്ത സ്ഥലത്ത് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാഴ്ചയ്ക്ക് ഭംഗി പോവാത്ത രീതിയിൽ. പിന്നെ അതിന് പൊടി അതൊക്കെ ഉണ്ടാവും, ഡസ്റ്റുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ തട്ടിക്കളയുക, അല്ലാണ്ട് അമർത്തി തുടയ്ക്കുക അങ്ങനത്തെ ഇത്. പിന്നെ അമ്പലങ്ങളിലെ ചിത്രങ്ങൾ ഇപ്പോൾ നശിക്കാനുള്ള കാരണം ആൾക്കാർക്കുള്ള ഇതിനെ പറ്റിയിട്ടുള്ള അറിവ് കുറയുന്ന കാരണമാണ്. കാരണം അതിൻ്റെ മൂല്യം അറിയുന്ന ആൾക്കാർ ഒരിക്കലും അത് നശിപ്പിക്കില്ല. ഇപ്പം കൂടുതലായിട്ടും വിള്ളലുകൾ, പിന്നെ നമ്മളെ വയറിങ്, ചിത്രങ്ങളുടെ മുകളിൽ കൂടിയൊക്കെയാണ് പല അമ്പലങ്ങളിലും പള്ളികളിലുണ്ടല്ലോ ധാരാളം ചിത്രങ്ങൾ. അതിലൊക്കെ വയറിങ് ഒക്കെ പോയത് അതിൻ്റെ മുകളിൽ കൂടെയാണ്. പിന്നെ ചന്ദനം തൊടുക, വെറുതെ ഒന്ന് മാന്തി നോക്കുക, നഖം കൊണ്ടൊന്ന് സ്ക്രാച്ച് ചെയ്യുക, ഇതെല്ലാം ആൾക്കാർ വെറുതെ രസത്തിന് ചെയ്യുന്ന. പക്ഷേ ആ കലാകാരന്മാർ, ആ വരച്ച ആൾ അയാളുടെ ജീവിതം ആ ചിത്രങ്ങൾക്ക് വേണ്ടി ഹോമിച്ച ആളായിരിക്കും. ഒരു ജീവിതം ഒരു അമ്പലം ചെയ്യണമെങ്കിൽ എത്രയോ കാലങ്ങളെടുക്കും. അത് നാച്ചുറൽ കളറാണെങ്കിൽ അത് പറയാൻ വേണ്ട, അത്രയും സമയം എടുക്കുന്ന. മട്ടാഞ്ചേരി കൊട്ടാരത്തിൻ്റെയൊക്കെ ഉൾവശം എന്ന് പറഞ്ഞാൽ കലാകാരൻ്റെ ജീവിതം തന്നെ അവിടെ ഹോമിച്ചു കൊടുത്തിട്ടുണ്ടോ. അന്നത്തെ രാജാവിൻ്റെ ഒരു പ്രീതി സമ്പാദിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മളതിൻ്റെ വില അറിഞ്ഞിട്ട് ഇപ്പോഴത്തെ ആൾക്കാർ പ്രവർത്തിക്കുന്നില്ല. നമ്മളെ പൈതൃകമാണത്, അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണം എന്ന് ഇനിയെങ്കിലും ഈ പരിപാടികളൊക്കെ കണ്ടിട്ടെങ്കിലും ആൾക്കാർക്ക് തോന്നട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും. എന്തായാലും ചുമർ ചിത്രങ്ങളെക്കുറിച്ച് കൂടുതൽ പ്രേക്ഷകർ അറിഞ്ഞു നിപിനിലൂടെ. ഇനിയുള്ള നിപിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. എന്തായാലും ഹർഷം ചിത്ര പ്രദർശനം വിജയകരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. വളരെയധികം നന്ദി മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയത്.